ഇനി എല്ലാവരെയും മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യാൻ സാധിക്കില്ല. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അനാവശ്യമായി രോഗികളെ മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യരുതെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ചികിത്സാ സംവിധാനങ്ങളുള്ള താലൂക്ക് ജില്ലാതല ആശുപത്രികളിൽ തന്നെ അതാത് തലങ്ങളിൽ നൽകേണ്ട ചികിത്സകൾ ലഭ്യമാക്കണം. രോഗികളുടെ ഗുരുതരാവസ്ഥ വിലയിരുത്തി മാത്രമേ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാൻ പാടുള്ളൂ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ ജില്ലാ ആശുപത്രികളിൽ വരെ വരുന്ന രോഗികളെ അവിടെ തന്നെ പരമാവധി ചികിത്സിക്കണം. മതിയായ സൗകര്യമോ ഡോക്ടർമാരോ ഇല്ലെങ്കിൽ മാത്രമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യാൻ പാടുള്ളൂവെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിർദ്ദേശം. ഓരോ ആശുപത്രിയുടെയും റഫർ ലിസ്റ്റ് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എല്ലാ ആശുപത്രികളിലും സൗകര്യങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാൻ സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു. പേരൂർക്കട ജില്ലാ മാതൃകാ ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകളുടെ ഭാരം കൂട്ടാതിരിക്കാനാണ് മറ്റ് ആശുപത്രികളെ ശാക്തീകരിക്കുന്നത്. റഫർ ചെയ്യുമ്പോൾ കൃത്യമായ കാരണമുണ്ടായിരിക്കണം. എന്തിന് റഫർ ചെയ്തുവെന്ന് വ്യക്തമാക്കണം. ചികിത്സാ സൗകര്യങ്ങളും രോഗിയുടെ അവസ്ഥയും പരിഗണിച്ചു മാത്രമേ റഫർ അനുവദിക്കുകയുള്ളൂ. ഓരോ ആശുപത്രിയിലും റഫർ രജിസ്റ്റർ ഉണ്ടായിരിക്കണം. നൽകിയ ചികിത്സയും റഫർ ചെയ്യാനുള്ള കാരണവും അതിൽ വ്യക്തമാക്കിയിരിക്കണം. മാസത്തിലൊരിക്കൽ ആശുപത്രി തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഇത് പരിശോധിക്കും. രോഗിയെ റഫർ ചെയ്താൽ അക്കാര്യം മെഡിക്കൽ കോളേജ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കണം. ICU വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉറപ്പാക്കി വേണം റഫർ ചെയ്യേണ്ടത്. ഇതിലൂടെ മെഡിക്കൽ കോളേജിലും കാലതാമസമില്ലാതെ ചികിത്സ ലഭ്യമാകുന്നുവെന്നും മന്ത്രി പറഞ്ഞു.